ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഓംകാരം എന്നുള്ളതാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻ്റെ പ്രതീകമായാണ് ഓംകാരത്തെ കരുതി വരുന്നത്. ഹൈന്ദവ തത്വങ്ങളുടെ അടിസ്ഥാനമായ ബ്രഹ്മത്തിൻ്റെ സ്പഷ്ടവും ദർശന സംബന്ധിയുമായ രൂപമാണ് ഓംകാരം. ഓംകാരം ഉച്ചരിക്കുമ്പോൾ തന്നെ ആരുടെ മനസ്സിലും ആ ചിഹ്നം ഓർമ്മ വരും. ഹൈന്ദവ ദർശനത്തിൽ എന്നതിലുപരി സിഖ്, ബുദ്ധ, ജൈന മതങ്ങളിലും ഓംകാരത്തെ അതേ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഓംകാരത്തിൻ്റെ അർത്ഥതലങ്ങളെ പാരാവാരമായി ആചാര്യന്മാർ വിവരിച്ചിട്ടുണ്ടെങ്കിലും കളങ്കമില്ലാത്ത ഈശ്വര ഭജനം എന്നാണ് പ്രണവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി ഓംകാരം ജപിക്കുന്നവൻ ആരോ അവൻ തന്നിലുള്ള മൃഗീയ വാസന മാറ്റി ജീവിത വിജയത്തിൽ എത്തിച്ചേരും. ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം എന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിൻ്റെ അർത്ഥവ്യാപ്തിയുണ്ട്. ആ ആദിമത്വത്തെയും, ഉ ഉത്കർഷയെയും, മ മിഥിയെയും ചൂണ്ടിക്കാണിക്കുന്നു. അതിനാലാണ് ഓംകാരത്തെ സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയായി വിശേഷിപ്പിക്കുന്നതും. പുണ്യപുരാണ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരുമൊക്കെ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. നിത്യമായ ഓംകാരജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അർത്ഥവേദത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തെ അറിയാൻ ഓം ഉപയോഗിക്കാമെന്ന് യജുർവേദം അനുശാസിക്കുന്നു. ഓംകാരത്തെ പരബ്രഹ്മമായി ഘടോപനിഷത്ത് വിവരിക്കുമ്പോൾ മുണ്ടകോപനിഷത്താകട്ടെ ഓംകാര ധ്യാനം പരമാത്മാവുമായി ആത്മൈക്യം പ്രാപിക്കാൻ സഹായിക്കുന്നുവെന്നാണ് ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് താൻ ശബ്ദങ്ങളിൽ ഓംകാരമാണെന്നാണ്. യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി ഓംകാര ശബ്ദത്തെ വിശേഷിപ്പിക്കുന്നത് ഈശ്വര പ്രതീകത്തെ ഓംകാരമായി അംഗീകരിച്ച് തുടർച്ചയായ ഓംകാര ജപവും ധ്യാനവും കൊണ്ട് ഒരു വ്യക്തിക്ക് സമാധി അടയുവാൻ കഴിയുമെന്നാണ്. ആധുനിക യുഗത്തിൽ സ്വാമി വിവേകാനന്ദൻ, അരവിന്ദ, രമണ മഹർഷിമാർ തുടങ്ങിയ അനേകം മഹത് വ്യക്തികൾ ഓംകാരധ്വനിയെപ്പറ്റി വിശേഷണങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആദിയും അന്തവും ഇല്ലാത്ത ഓംകാരത്തെ പാശ്ചാത്യരും അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞുവെങ്കിലും അറിവില്ലാത്ത നിരവധി ഭാരതീയർ ഇതിനെ ഇപ്പോഴും മതചിഹ്നമായി കരുതുന്നു. ഈശ്വരാധിഷ്ഠമായിരിക്കുന്ന ഓംകാരം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് സത്യം അവരറിയാതെ പോയിരിക്കുന്നു. ഓംകാര ജപം കൊണ്ടും ധ്യാനം കൊണ്ടും പടയോട്ടങ്ങൾ തന്നെ നടത്തി വിജയിച്ചുകൊണ്ടിരിക്കുന്നവരെ സൈബർ യുഗത്തിൽ നമുക്കിടയിൽ കാണാവുന്നതാണെന്നതാണ് യാഥാർത്ഥ്യം. ഈശ്വരനും ഓംകാരവും ഒന്നു തന്നെ എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. താങ്ക് യു.